എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് പെണ്ണായി തീർന്ന രാജാവ്. കർദമ പ്രജാപതിയുടെ മകനായിരുന്നു വീരനും ധർമ്മിഷ്ഠനുമായ ഇളൻ. അദ്ദേഹം ഒരു ദിവസം ഹിമാലയത്തിലെ കാട്ടിൽ വേട്ടയാടാൻ പോയി. ആ സമയത്ത് ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയോടൊപ്പം കളിവാക്കുകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ദേവിയെ രസിപ്പിക്കാൻ ഭഗവാൻ സ്ത്രീരൂപം ധരിച്ച് അരുവിയിൽ ദേവിയോടൊന്നിച്ച് കുളിച്ചു. അപ്പോൾ കാട്ടിലുണ്ടായിരുന്ന സകല ആൺജീവികളും പെണ്ണായി തീർന്നു. അക്കൂട്ടത്തിൽ ഇളമഹാരാജാവും അനുചരന്മാരും പെണ്ണായിപ്പോയി. മഹാരാജാവ് ദുഃഖത്തോടെ ഭഗവാനെ ചെന്ന് നമസ്കരിച്ചു. ഭഗവാൻ ചിരിച്ചു. ഞാൻ അങ്ങേക്ക് ഇഷ്ടമുള്ള വരം തരാം, എന്നാൽ പുരുഷത്വം തിരിച്ചു കിട്ടണമെന്ന് മാത്രം പറയരുത്. ഇളൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു വരവും ആവശ്യമില്ല. പിന്നീട് അദ്ദേഹം ശ്രീപാർവതിയെ നമസ്കരിച്ചു. ദേവി ഇളനെ അനുഗ്രഹിച്ചു. ഞാൻ ഭഗവാന്റെ പകുതി ശരീരം പങ്കിട്ടെടുത്തവളാണ്. അതുകൊണ്ട് അങ്ങേക്ക് പകുതി വരം തരാൻ എനിക്ക് കഴിയും. അങ്ങ് കുറച്ചു കാലം പെണ്ണായും പിന്നെ അത്രയും കാലം ആണായും ഇരിക്കും. രാജാവിന് സമാധാനമായി. ഞാൻ അതുല്യ സുന്ദരിയായി ആദ്യത്തെ ഒരു മാസവും പിന്നീട് പുരുഷനായി അടുത്ത മാസവും ഇരിക്കാം. 3-ാം മാസത്തിൽ വീണ്ടും ഞാൻ പെണ്ണായിക്കൊള്ളട്ടെ. ഗൗരീദേവി അത് സമ്മതിച്ചു. ശരി, അങ്ങ് പുരുഷനായിരിക്കുമ്പോൾ സ്ത്രീഭാവം ഓർമ്മിക്കുകയില്ല, സ്ത്രീ ആയിരിക്കുമ്പോൾ പുരുഷഭാവവും ഓർമ്മയുണ്ടാവുകയില്ല. രാജാവ് ഇള എന്ന ലോകസുന്ദരിയായി 1 മാസം ജീവിച്ചു. പണ്ട് അനുചരന്മാരായിരുന്നവർ ഇളയുടെ തോഴിമാരായി തീർന്നു. അവർ പൂക്കൾ പറിച്ച് മാല കെട്ടി ചൂടിക്കൊണ്ടും പഴങ്ങൾ തിന്നുകൊണ്ടും നടന്ന് ഒരു കുളത്തിൻ്റെ കരയിലെത്തി. ആ കുളത്തിൽ ഗ്രഹേശ്വരനായ ബുധൻ തപസ് ചെയ്തുകൊണ്ടിരുന്നു. ഇളയും തോഴിമാരും കുളത്തിലിറങ്ങി നീന്തി കുളിച്ച് കുളം കലക്കി മറിച്ചു. ബുധൻ ഇളയെ കണ്ട് മോഹിച്ചു. അദ്ദേഹം കരയ്ക്ക് കയറി തോഴിമാരെ വിളിച്ചു. ആരാണീ സുന്ദരി? എന്തിനിങ്ങോട്ട് വന്നു? തോഴിമാർ പറഞ്ഞു, കന്യകയായ ഈ ദേവി ഞങ്ങളുടെ യജമാനത്തിയാണ്. ദേവിയുടെ ഗോത്രവും കുലവും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ നാടെവിടെയാണെന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് കാലം കഴിക്കുന്നു. ആലോചിച്ചു നോക്കിയപ്പോൾ ബുധന് സത്യമെല്ലാം വെളിപ്പെട്ടു. അദ്ദേഹം ഇളയുടെ തോഴിമാർക്ക് ഏതു കാലത്തും സ്ത്രീത്വവും ഭർത്താക്കന്മാരായി കിംപുരുഷന്മാരെയും അനുഗ്രഹിച്ചു നൽകി. പിന്നീട് ബുധൻ ഇളയോട് പറഞ്ഞു, ഞാൻ ചന്ദ്രൻ്റെ മകനാണ്. ഭവതി എന്നെ വരിക്കണം. ഇള സമ്മതിച്ചു. അവർ 1 മാസം സുഖമായി താമസിച്ചു. 1 മാസം തികഞ്ഞപ്പോൾ രാജാവ് കിടക്കമേൽ ഉണർന്നെഴുന്നേറ്റിരുന്നു. അദ്ദേഹം ബുധദേവനെ കണ്ടു ചോദിച്ചു, ഭഗവാനെ, ഞാനും എൻ്റെ ഭൃത്യന്മാരും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അവരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ബുധൻ സമാധാനിപ്പിച്ചു. അങ്ങയുടെ ഭൃത്യന്മാർ കനത്ത കന്മഴയിൽ നശിച്ചുപോയി. ആ സമയത്ത് അങ്ങ് ആശ്രമത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അത് കേട്ട് രാജാവ് ദുഃഖിച്ചു. ഞാനിനി രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നില്ല. ഭൃത്യന്മാരെ കൂടാതെ ഞാനെങ്ങനെ തിരിച്ചു പോകും? അവരുടെ സ്നേഹമുള്ള ഭാര്യമാരോട് ഞാൻ എന്തു പറയും? എൻ്റെ മൂത്ത മകൻ ശശബിന്ദു രാജ്യം ഭരിച്ചു കൊള്ളട്ടെ. രാജാവ് അവിടെ തന്നെ ബുധനോടൊപ്പം താമസിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പെണ്ണായി. 10-ാം മാസത്തിൽ ഇള ബുധനെ പോലെ തേജസ്വിയായ ഒരു മകനെ പ്രസവിച്ചു. മകന് പുരൂരവസ് എന്ന് പേരിട്ട് അവൾ മകനെ അച്ഛൻ്റെ കയ്യിലേൽപ്പിച്ചു. രാജാവ് വീണ്ടും പുരുഷനായപ്പോൾ ബുധൻ അനവധി മുനിമാരെ വിളിച്ചു വരുത്തി ഇളന് ശ്രേയസ് ഉണ്ടാവാനുള്ള വഴി നിർദ്ദേശിക്കുന്നതിന് അപേക്ഷിച്ചു. മുനിമാർ ശ്രീപരമേശ്വരനെ ഉദ്ദേശിച്ച് അശ്വമേധയാഗം നടത്തി ഇളനെ പുരുഷനാക്കി തീർത്തു. രാജാവ് സ്വന്തം നാട് മൂത്ത മകൻ ശശബിന്ദുവിന് കൊടുത്തു. പ്രതിഷ്ഠാനം എന്നൊരു നഗരമുണ്ടാക്കി അത് ഇളയുടെ മകനായ പുരൂരവസിനും കൊടുത്തു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.